Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അല്ല ഇന്നലെ ഞാൻ ഏത് വരെ മാർക്ക് ചെയ്തിരുന്നേ? ഏത് ബുക്കിലായിരുന്നത്? ഷോ സമയം ആവുന്നുണ്ടല്ലോ. മക്കളെ അമ്മേ ദേ ഇവിടെ ഹാളില് ഇവിടെ ഇരിക്കായിരുന്നാ? ഞാൻ കരുതി റൂമിൽ ഉണ്ടാവുന്നേ. അല്ല മക്കളെ ഫുൾ പഠിച്ചു കഴിഞ്ഞാ? ഓ കഴിഞ്ഞമ്മേ. പക്ഷേ ഞാൻ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒരു ചെറിയ നോട്ടിൽ കുറിച്ച് വെച്ചായിരുന്നു. അതെവിടെയൊന്നും കാണാത്തെ. അമ്മ അവിടെ എവിടെയെങ്കിലും ഒരു പിങ്ക് കളർ ചെറിയത് എന്റെ കയ്യിലിരിക്കുന്ന പോലെ ഡയറി കണ്ടായിരുന്നോ? ആശോ ഇല്ലല്ലോ മക്കളെ, അമ്മ കണ്ടില്ലല്ലോ. അല്ല തമ്പ്രമോളോട് ചോദിച്ചു നോക്കിയാ? ബെസ്റ്റ്, അവക്ക് അവളെ ബുക്ക് എവിടെ ഇരിക്കണെന്ന് അറിയത്തില്ല. അപ്പഴാ എന്റെ ബുക്ക് കണ്ടുപിടിച്ച് തരാൻ പോണേ. നിക്ക്, അമ്മ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ആദ്യം ഈ ചായ ഒന്ന് കുടിക്കേ. ഓ ചായ ഒന്നും വേണ്ട അമ്മേ, അല്ലെങ്കിൽ തന്നെ നേരം വൈകുന്നേ. 8:30 ടെസ്റ്റ് തുടങ്ങുമെന്ന് പറഞ്ഞതാ. ദേ നോക്കി, ഇപ്പൊ തന്നെ സമയം 7:50 ആയി. ചെറിയ കപ്പിലെ ചായയല്ലേ, വേഗം ഒന്ന് വലിച്ചു കുടിക്കണ്ടേ. ദേ കാലത്തൊന്നും കഴിക്കാത്തതാ, പിന്നെ എക്സാം ഹാളിൽ പോയി കുത്തിരുന്ന താഴെ കാണും കേട്ടോ. അത് മാത്രമല്ല രാത്രി ഫുള്ളും ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ചതല്ലേ, അതിന് ക്ഷീണം കാണത്തില്ല കുട്ടിയോ. ഇത് കുടിക്കാൻ നോക്കേ. അമ്മ വേണ്ട അമ്മേ, വേണ്ടാഞ്ഞിട്ടാ. ഇത് കുടിച്ചാലേ പിന്നെ എനിക്ക് വയറൊക്കെ ഒരുമാതിരി ഉണ്ടാവും, അയക്കച്ചൊക്കെ ആവുന്നേ. അതുകൊണ്ട് വേണ്ട. അമ്മ ഇത് കൊണ്ടുവച്ചിട്ടെ ആ ഡയറി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു തരോ? സമയമായെന്നേ. അത് മാത്രമല്ല അവളോട് വേഗം റെഡി ആവാൻ പറയും. അല്ല അവൾ റെഡി ആയോ? ഓ അവൾ എപ്പോഴും റെഡി ആയല്ലോ. നിക്ക്, അവളെ വിളിച്ചോണ്ടിരാ. അപ്പത്തേക്കും ഡയറി എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. അല്ല മക്കളെ, അതില്ലാന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഹേയ് അങ്ങനൊന്നുമില്ല. എന്നാലും എനിക്ക് കോളേജിൽ പോയ ശേഷം ഓർത്തെടുക്കാൻ എളുപ്പമാകത്തില്ലേ, അതുകൊണ്ടാ. ഓ അത് ശരി, ഞാൻ കരുതി ഇനിയിപ്പോ അതില്ലാന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കത്തില്ലെന്ന്. ഹേയ് അങ്ങനൊന്നുമില്ല അമ്മ. എന്നാ അമ്മ ചെല്ലേ, അവള് റെഡി ആയിട്ടില്ലെങ്കിൽ വേറെ റെഡി ആവാൻ പറയും. ഞാനതേ ഇപ്പൊ ഇതൊക്കെ എടുത്തുവെച്ച് ഇറങ്ങും. എന്നാ മക്കളെ എടുത്തുവെച്ചോടെ, ഞാൻ പോയിട്ടേ അവളെ വിളിച്ചു തരാം. ആശോ ഫോണ് ചാർജിലിട്ട കാര്യം മറന്നല്ലോ. ജോലി എടേ, അത് പിന്നെ അമ്മന്റെ റൂമില് ഞാൻ ഫോൺ ചാർജിന് ഇട്ടായിരുന്നു, ഒന്ന് എടുത്തോണ്ടിരോ? നല്ല മോളല്ലേ ചേട്ടനെ, സമയായി അതുകൊണ്ടാ. എന്നാലേ വേഗം ചെല്ലേ. ഇത് എത്ര കെട്ടിയിട്ടും ഒരു മേനയാവുന്നില്ലല്ലോ. അല്ല നീ ഇതായിട്ട് ഇവിടുന്ന് പോയില്ലേ? പോടേ, പോയി വേഗം ഫോൺ എടുത്തു വാ. ദേ അവന്മാരിപ്പൊ വരും, എനിക്ക് പോണെന്നേ. ഓ അതോ, അത് ഇന്നലെ അവന്റെ ഫാമിലിയില് എന്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നെന്ന്. അത് കഴിഞ്ഞ് വരുമ്പത്തേക്കും വൈകിയ പോലും, അതാ വരാണ്ടിരുന്നേ. ആ ഇന്ന് വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയി പൊക്കുന്നേ. ഇന്ന് ഞങ്ങൾ പഠിക്കാണ്ട് പോണതേ അവന്റെ ഒറ്റൊരു വിശ്വാസം കൊണ്ടാ. അവനെ കോപ്പി അടിക്കാനുള്ളതാ. ഇന്ന് വന്നില്ലാന്നുണ്ടെങ്കിൽ എവിടെയാണുള്ളത് അവിടെ പോയി ഞങ്ങൾ പൊക്കും. ആടി വരും, വരാണ്ട് എവിടെ പോവാനാ? അല്ല ഇതെന്തേ നീ ചോദിക്കുന്നേ? എന്താ അനക്കൊന്ന് വിളിച്ചു വെച്ചോടെ? എപ്പോഴും ഫോണും കുത്തി പിടിച്ചിരിക്കണ കാണാലോ. എന്തേ ഒന്ന് വിളിച്ചു ചോദിക്കാനാണ് ഇത്ര ബുദ്ധിമുട്ട്? ഇപ്പോഴെങ്കിലും ആ ബോധം വന്നല്ലോ, വേഗം ചെല്ലേ. ഇതിന് പിന്നിൽ നമ്മളെന്ന് അറിഞ്ഞുണ്ടല്ലോ, നമ്മളെ കഥ കെട്ട പോകാം. എടീ
ഇന്ന് ചേട്ടന് എക്സാം അല്ലേ? അപ്പൊ ചേട്ടൻ നേരത്തെ പുറപ്പെടുമല്ലോ. അപ്പൊ രണ്ടുപേരെ കോളേജും ഒന്നല്ലേ? രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോയാ പോരെ? പറയുമ്പോ തന്നെ അത് ശരിയാണല്ലോ. പക്ഷേ മക്കളെ ഇത്രയായ സ്ഥിതിക്ക് മണിക്കൂട്ടനും പൈങ്കിളിയും പോയി കാണുമോ? ഇല്ല അമ്മേ, മണിക്കൂട്ടൻ ചേട്ടന് പോയിട്ടൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ട്. അത് മാത്രല്ല ഇന്ന് പൈങ്കിളിനെ കൊണ്ടൊന്നും പോകത്തില്ല. അതെന്തേ? അത് വയറുവേദന. എനിക്ക് വയറുവേദന വന്നപ്പോൾ തന്നെ അവക്കും അപ്രതീക്ഷിതമായിട്ടൊരു വയറുവേദന. അതുകൊണ്ട് അവളും ലേറ്റ് ആവും. അതുകൊണ്ട് ചേട്ടൻ ഒറ്റയ്ക്കാ. അതുകൊണ്ട് ചേച്ചിനെ കൂടെ കയറ്റി വിടാലോ. എന്നാലേ ഒന്ന് മിനിയെ വിളിച്ചോക്കട്ടെ. അഥവാ മണിക്കൂട്ടൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് വരാൻ പറയാലോ. അമ്മ ചെല്ല് ചെല്ല്, വേഗം വിളിക്കേ. ചേട്ടന് പോയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് മണിക്കൂർ കണക്കിന് വെച്ച് വന്നിരിക്കില്ലേ? വേണിച്ച് പോ നോക്കേ. ശരി അമ്മേ. പൈങ്കിളി മുത്തേ, നമ്മുടെ പ്ലാൻ സക്സസ് ആയിടേ. എടി എന്താണടേ? ശരി വെക്കേ, ഒരു നല്ല കാര്യത്തിനല്ലേ. ദേ അത് കരുതി നേരെ വേഗം നിൽക്കരുത് പറഞ്ഞേക്കാം. നേരത്തെ എത്തിക്കോളെ രണ്ടും. എന്നാ വേഗം വാ, ഞാനിവിടെ പോസ്റ്റാ. ആയിക്കോട്ടെ, വെക്കുവാണേ. ശരി ശരി. അല്ല ഇതാരേ? കാതമ്പ ബ്രോ. അല്ല എവിടെ നിന്റെ ചങ്കത്തികള്? ഇന്ന് ഒറ്റയ്ക്കാണല്ലോ. അതെ ബ്രോ, അവര് വരാനേ കുറച്ച് വൈകും അത്രേ. അതാ ആ കൂടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ ബ്രോനെ കണ്ടേ. സെയിം പിച്ച്. ഞാനും ദേ ആ ഋഷിനകത്ത് നിക്കുവാ. വെള്ളം കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് പോയതാ. കൊറേ നേരെ ഇവിടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഓ അത് ശരി. ഇന്നലെ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ കണ്ടായിരുന്നു. ഒരു രക്ഷയില്ലട്ടോ ബ്രോ. ശരിക്കും പിന്നെ വേറെ ലെവലായിരുന്നേ. താങ്ക് യു. ഉണ്ണിമോളെ. ഹേ ബേബ്. നിന്നെ ഞാൻ കണ്ടേ, മേഘം പൂക്കൾ പെയ്യുന്നേ, ഒന്നാവാ ഞാനെന്നേ, നെഞ്ചു തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിതാ. ഋഷി അമ്മേ, എനിക്ക് നേരെ വന്നിട്ട് അവളോടൊന്ന് വേഗം വരാൻ പറയും. ഈ പോര് മക്കളെ, നിക്ക്, അമ്മ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. പൈങ്കിളിയേ, പൈങ്കിളിയേ. ശോ, ഈ പെണ്ണിനെ കൊണ്ട് ചില്ല വല്ല നടന്നൊന്നുമില്ലല്ലോ. ഇവിടെ എവിടെ പോയി കിടക്കുവാ? പൈങ്കിളിയേ, ദേ വരുന്നമ്മേ. എന്തെടുക്കായിരുന്നു ഈ പണി എത്ര നേരം? അതെ അമ്മേ. അതെ മതി സംസാരിച്ചേക്കാളെ നേരില്ല. വേഗം വരാൻ നോക്ക്. എടി പെണ്ണേ, അന്റെ ബാഗ് എവിടെ? അത് വീട്ടില്. പൈങ്കിളിയേ, നീ ഇതെന്തും വാങ്ങിച്ചാ? അമ്മ, അത് ചേട്ടനോട് പോവാൻ പറ. ഞാനേ കുറച്ച് കഴിഞ്ഞ് പോയിക്കോളാം. പൈങ്കിളിയേ, തമാശ കളിക്കല്ലേ. ദേ അവന് എക്സാമിന് സമയമായെന്ന് പറഞ്ഞോണ്ടിരിക്കാ. അപ്പഴാ ദേ എണീച്ച് പോ നോക്കിയേ. അമ്മ, ഞാൻ തമ്പുരിന്റെ കൂടെ പോയിക്കോളാന്നേ. ചേട്ടനോട് ചെല്ലാൻ പറയേ. തമ്പുരിനെ കാത്തൊക്കെ. തമ്പുരി വരാൻ വൈകുന്നേ. അവക്ക് വയറുവേദനറ്റാ. വീടെന്നെ പൂവേന്ന് കുടുങ്ങി നിൽക്കാ. നിങ്ങൾ പോണ വഴിക്കാണോ അവളെ തന്നെ കൊണ്ടുപോവാനേ. അപ്പോഴല്ലേ തമ്പുരോ. വേഗം പോ നോക്ക്, തമ്പുരി മോള് വന്നോളും. അമ്മേ. കേട്ടോ? അല്ല അമ്മ ഇപ്പൊ എന്തോ പറഞ്ഞില്ലേ? അത് മക്കളെ വേറൊന്നല്ല. തമ്പുരുമൊക്കെ പെട്ടെന്ന് വയറിനെന്തൊരു അസ്വസ്ഥതാണ്. അതുകൊണ്ട് അവൾക്ക് പോവാൻ പറ്റുന്നില്ലെന്ന്. അവളില്ലാതെ വീണേ പോകത്തില്ലല്ലോ. അതാ വീണയ്ക്ക് പോവാൻ പറ്റാതെ അവിടെ പെട്ടു നിൽക്കുവാ. നിങ്ങൾക്കല്ലേ എക്സാം? അതാ ഞാൻ പറഞ്ഞേ, നീ പോണ വഴിക്ക് അവളെ കൊണ്ടേക്കോളുന്ന്. അതുകൊണ്ട് വീണ മോള് നിങ്ങൾ കാത്തിരിക്കുവാ. അല്ല ഈ ചേട്ടന്റെ മോന്റെ എന്താ ഒരു റിയാക്ഷൻ കാണാത്തെ? അല്ല അതെന്തിനാ? കൃഷ്ണനങ്കിളില്ലേ, ആങ്കിള് കൊണ്ടോയിക്കോളും. ഞാന് വേഗം പോണം, എനിക്ക് നേരായി. ഇല്ല മോനെ, അവിടെ കൃഷ്ണേട്ടനില്ല. അതുകൊണ്ടല്ലേ പറയുന്നേ. എന്തായാലും പോണ പോക്കില് കൊണ്ടേക്കോ. രണ്ടേരും ഒരേ ക്ലാസ്സിലല്ലേ. പിന്നെന്തുവാ? അതന്നെ ചേട്ടാ, എനിക്കും നല്ല വയറുവേദനയാ. അതുകൊണ്ട് ചേട്ടൻ ചെല്ലേ, ഞാന് തമ്പുരിനെ കൂട്ടി വന്നോളാം. അല്ലേലും അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ല പേടിയാന്നേ. ചേട്ടന് ചേച്ചിനെ കൂട്ടി ചെല്ലേ, ഞാൻ തമ്പുരിനെ കൂട്ടി വന്നോളാം. ഓ അപ്പോ തിരക്കഥയും സംവിധാനൊക്കെ ഇവളെ വകയല്ലേ? നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ടടി. അല്ല അപ്പൊ ഈ ഏട്ടന്റെ കൂടെ പോണില്ലേ? ഇല്ല അമ്മേ, എനിക്കും വയറിന് എന്തോ ഒരു തകരാറുള്ള പോലെ. ഇന്നലെ റവന്റെ ഉപ്പുമാവല്ലേ കഴിച്ചിരുന്നേ. അത് ഇന്നലെയല്ലേടി? അത് ഇന്ന് എന്റെ വയറിനൊരു പ്രശ്നമായി മാറിയേ. അതുകൊണ്ട് എനിക്ക് നല്ല വയറുവേദനയാ. ഞാന് തമ്പുരിനെ കൂട്ടി പോയിക്കോളാം. അമ്മ ചേട്ടനോട് ചേച്ചിനെ കൂട്ടി പോവാൻ പറയ്. ചെല്ലേ. ഓ, നിങ്ങളെ കൊണ്ട് ചില്ലറ ഇടങ്ങാറില്ലല്ലോ. അല്ലേലും ഇങ്ങനെ തന്നെയാ. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കുമ്പോ നിങ്ങളോരോ മല്ലിപ്പിടുത്തം. പണിക്കുട്ടാ. അമ്മേ, അവള് വരുന്നുണ്ടെങ്കിൽ വീണേനെ കൂട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും കൂട്ടാനും കുറയ്ക്കാനൊന്നും നിക്കത്തില്ല. ഞാനങ്ങ് പോവും പറഞ്ഞേക്കാം. നമ്മളെ പൈങ്കിളി, ഞാൻ വണ്ടിന്ന് ഇറങ്ങിയാലുണ്ടല്ലോ
ദേ മണിക്കുട്ടാ, തല്ലുണ്ടാക്കി കുത്തുന്നേ. എക്സാം എഴുതാൻ പറ്റത്തില്ല പറഞ്ഞേക്കാം. പാവം വീണ. രാത്രി ഫുള്ളും ഒരുപോലെ കണ്ണടിക്കാണ്ടിരുന്ന് പഠിച്ചതാണ്. ആ കൊച്ചിന് വേണ്ടെങ്കിലും ഒന്ന് വേഗം പോടാ. ഇവക്ക് വയറുവേദന അത്രേ. ഇവള് പിന്നെ തമ്പുരിന്റെ കൂടെ പോയിക്കോട്ടെ. നിങ്ങൾ ചെല്ലേ. അമ്മ ചെല്ല് മണിക്കുട്ടാ. പോയേട്ടാ, നമ്മളെ വീണീച്ചിക്ക് വേണ്ടിയല്ലേ? അനക്കുള്ളത് വന്നിട്ട് തരാടി. നിന്റെ ഈ ചിറി തന്നെ ഉണ്ടടിയെല്ലാം. ഇതൊക്കെ നിന്റെ പ്ലാൻ ആലേ? ചേച്ചി, വയറിനറിയത്തില്ലല്ലോ ചേച്ചിന്റെ എക്സാം ആണ്. അതാ പ്രതീക്ഷിക്കാതെ പണി തന്നെ. എന്നോടും എന്റെ വയറിനോട് ക്ഷമിച്ചേക്കേ. ഓവർ അഭിനയിക്കുന്ന കേട്ടാ. തൂക്കിയല്ലോ നാദാ. അമ്മ ഉണ്ടായി പോയി. ഓരോന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിച്ച് കൂട്ടിയേ. ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതണം കേട്ടോ. അല്ല അമ്മ, രാത്രി മുതൽ കഷ്ടപ്പെട്ട് പഠിക്കുന്നതല്ലേ. മക്കളെ, ടെൻഷൻ ഒന്നും അടിക്കാൻ നിൽക്കണ്ട കേട്ടാ. അറിയണമെന്ന് മാത്രം ഒത്തിരി എഴുതിച്ചാൽ മതി. വെറുതെ തല പുണ്ണാക്കൊന്നും വേണ്ട. എക്സാം അല്ലേ, തോറ്റു കഴിഞ്ഞാൽ പിന്നെയും ജയിക്കാനേ. അത് കരുതി ഓരോന്ന് ടെൻഷൻ അടിക്കാൻ നിൽക്കല്ലേ. ഇപ്പതേ ഓരോ പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോ പേടിയാവാ. ന്യൂസ് തുറന്നാൽ തന്നെ പള്ളനങ്ങ് കാണുവാ. അതുകൊണ്ടേ മക്കൾക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മാത്രം മതി. ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെന്ന് കരുതിയേ ഒന്നും നടക്കാൻ പോണെന്നില്ല. അടുത്ത പരീക്ഷയില് നോക്കി കണ്ട് ചെയ്യാൻ കേട്ടാ. അതുകൊണ്ട് ഓവർ ടെൻഷൻ ഒന്നും അടിക്കല്ലേ. ശരി അമ്മേ. ദേ മണിക്കുട്ടൻ ചേട്ടൻ എത്തി. വന്നോ മക്കളെ? അല്ല നന്ദിനി ആന്റി, കിടു എന്തേ? അവൻ പോയോ? ഓ, അവനെ കാൽ തന്നെ പോയി മക്കളെ. ഓ അത് ശരി. എന്താ ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ചെല്ലേ, വണ്ടി കേറ്. സമയമായില്ലേ? അത് പിന്നെ വേഗം ചെല്ല് മക്കളെ. നേരാവുന്നില്ല രണ്ടുപേർക്കോ. വേഗം ചെല്ലാൻ നോക്ക്. ചെല്ല് ചേച്ചി, നമ്മളെ മണിക്കുട്ടൻ ചേട്ടനല്ലേ? ശോ, എന്നാ ക്യൂട്ടാ ഇവർ ഒന്നിച്ച് കാണാനേ. ശോ, എന്റെ കണ്ണിന് തട്ടുന്ന തോന്നുന്നേ. മക്കളെ, നോക്കി കേറ്. ചേച്ചിക്ക് അറിഞ്ഞൂടെ? ചേച്ചിക്ക് പൊക്കം കുറവാന്നേ. പിന്നെ എന്താന്നേ, ചേട്ടനെ പിടിച്ച് കയറുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ വീണ് പോവും. തമ്പുരാൻ മുണ്ടോന്നിരുന്നോ? ചേച്ചിന്റെ നല്ലതിനല്ലേ ചേച്ചി പറഞ്ഞേ. അമ്മ തന്നെ ഒന്ന് പറഞ്ഞേ അമ്മേ. സാഹസ്യം കളിക്കാണ്ട് പിടിച്ച് കയറി മക്കളെ. വീണ് പോവുന്നേ. നിഴൽ തരും ഇവൾ പാർവൈ വഴിയെങ്കും ഇനി തേവൈ ഉയിരേ ഓക്കെ അല്ലേ? ഓക്കെ. ചേച്ചി പിടിച്ചിരുന്നോട്ടോ. അല്ലാന്നുണ്ടെങ്കിലേ ബ്രേക്ക് ഇടുമ്പോ ഉരുണ്ട് വേണമെന്ന് പറഞ്ഞേക്കാം. കൂടെ ഇറങ്ങി നീച്ച്. പോവാം. പോവാ. അമ്മേ, പോയിട്ട് വരാട്ടോ. നോക്കി പോ മക്കളെ. പിടിച്ചിരുന്നേ കേട്ടാ. ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അമ്മേ, ബൈ. ബൈ മക്കളെ. ആന്റി പോയിട്ട് കേട്ടോ. ഓ ശരി മക്കളെ. ദേ നോക്കി പോയിക്കോളി കേട്ടാ. തമ്പുരുമോളെ വരട്ടെ.